ശക്തമായ സുരക്ഷയുണ്ടായിരുന്നിട്ടും ഭണ്ഡാരത്തിൽ നിന്നും കഴിഞ്ഞ തവണ മോഷണം നടന്ന സാഹചര്യത്തിലാണ് സുരക്ഷ കർശനമാക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ പോലീസുകാരെ ഭണ്ഡാരത്തിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു. കൂടാതെ ക്ലോസ് സർക്യൂട്ട് ക്യാമറകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. കാണിക്കയെണ്ണുന്നവരെ കർശനമായ ദേഹപരിശോധനകൾക്ക് ശേഷമാണ് അകത്തേക്കും പുറത്തേക്കും കയറ്റിവിടുന്നത്. കാണിക്കയെണ്ണുന്നതിന് യന്ത്രസഹായം കൂടുതലായി ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സുരക്ഷ ഉറപ്പുവരുത്താൻ മറ്റു വഴികൾ ദേവസ്വം ബോർഡ് തേടുന്നത്. ഭക്തർക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിൽ ഭണ്ഡാരത്തിന്റെ ജനലുകളിൽ ചില്ലുകൾ സ്ഥാപിക്കാനും ശ്രമമുണ്ട്. ഇപ്പോൾ അവിടെ ജനലുകൾ ഗ്രില്ല് ഇട്ട് മെഷ് അടിച്ച് വെച്ചിരിക്കുന്ന ജനലുകൾ മാറ്റി വളരെ സുതാര്യമായി ഭക്തർക്ക് ഈ ഗ്ലാസ്സിലൂടെ അകത്ത് നടക്കുന്നത് മുഴുവൻ കാണാൻ കഴിയുന്ന തരത്തിൽ മാറ്റാൻ വേണ്ടിയുള്ള ഒരു അഭിപ്രായം, ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തുണ്ടാകുമെന്ന്. അതേസമയം കഴിഞ്ഞ സീസണിൽ നടന്ന ഭണ്ഡാരമോഷണ കേസിലെ പ്രതികൾക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തത് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷിച്ചിട്ടും 1 വർഷം കഴിഞ്ഞിട്ടും കേസ് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് ദേവസ്വം മന്ത്രി VS ശിവകുമാർ പറഞ്ഞത്. ടോബി ജോൺസൺ, മീഡിയ 1, സന്നിധാനം.